വല്ലാത്ത അവസ്ഥയാണ് നമ്മുടെ കേരളത്തിൽ. ആ അവസ്ഥയിൽ അവൻ്റെ മനസ്സിനെ ഉറങ്ങാൻ അനുവദിക്കാതെ, ശരീരത്തിൻ്റെ ചോദനകൾക്ക് മനസ്സ് കീഴടങ്ങാൻ അനുവദിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ 2,60,00,000 മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന കുട്ടികളെ 10 ലക്ഷം വായനശാലകളിലേക്ക് ആകർഷിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ദൗത്യമാണ്. എളുപ്പമൊന്നുമല്ല. നിങ്ങൾ ചെറിയ ചെറിയ കവിതകൾ കൊണ്ടൊന്നും അതിനെക്കൊണ്ട് നടക്കില്ല. വലിയ പണിയെടുക്കാനുണ്ട്. വിളക്കുമരമേ വെളിച്ചമുണ്ടോ എന്ന് ചോദിച്ചിട്ട് വായനശാലയിലേക്ക് അവൻ വരില്ല. വെളിച്ചം കൊണ്ട് അങ്ങോട്ട് പോകണം. വെളിച്ചം കൊണ്ട്. കാരണം ഇപ്പം എല്ലാവരുടെ കയ്യിലും വെളിച്ചമാണല്ലോ. ജനാധിപത്യത്തിൻ്റെ വെളിച്ചം പോയിട്ട് ഏകാധിപത്യത്തിൻ്റെ വെളിച്ചം വന്നില്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓലച്ചൂട്ട് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു പണ്ട്, ഗ്രാമത്തിൻ്റെ വെളിച്ചം. അത് ജനാധിപത്യമായിരുന്നു. ടോർച്ചും മൊബൈൽ ഫോണിലെ ടോർച്ചും വന്നതോടുകൂടി ഏകാധിപത്യത്തിൻ്റെ വെളിച്ചാ. കാരണം എന്നെ കാണൂല, നിന്നെ കാണൂ. ടോർച്ച് അടിക്കുമ്പോൾ ഓലച്ചൂട്ട് രണ്ടാൾ കണ്ടാൽ ഇത് കത്തിച്ചാൽ എന്നെയും കാണാം നിന്നെയും കാണാം. അത് ജനാധിപത്യത്തിൻ്റെ വെളിച്ചായിരുന്നു. എന്നെയും കാണാം, ഐ ആം ഓക്കെ, യു ആർ ഓക്കെ ആയിരുന്നു ഓലച്ചൂട്ട്. ഇപ്പോൾ ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. അടിച്ചു നോക്കുക, നീ ഓക്കെ ആണോ? അത് വന്നുകൊണ്ട് ഈ കുട്ടികളെ പരസ്പര ബഹുമാനത്തിൻ്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരിക എളുപ്പമല്ല. ആ വലിയ ദൗത്യം, 2 തരത്തിലുള്ള ദൗത്യമാണ് നമുക്ക് നേരിടാനുള്ളത് വായനശാലകൾക്ക്. ഒന്ന് ആധുനിക മുതലാളിത്ത സംസ്കാരത്തിൻ്റെ അതിഭീകരമായിരിക്കുന്ന ഉപഭോഗ സംസ്കാരത്തിൻ്റെ സ്വാർത്ഥതയുടെ ആക്രമണം ഒരു ഭാഗത്ത്, അതിനെ കൈകോർത്ത് നിൽക്കുന്ന മതവിദ്വേഷത്തിൻ്റെ ആക്രമണം മറുഭാഗത്ത്. ഇവർ രണ്ടും ഐക്യമുന്നണിയാണ്. ഇവർ പരസ്പരം രാഷ്ട്രീയേതരമായ ചിന്തയിലേക്ക് യുവാക്കളെ കൊണ്ടുപോവുകയാണ്. പുതിയ ചെറുപ്പക്കാരെങ്കിലും രാഷ്ട്രീയത്തിൽ വരുന്നുണ്ടോ? എന്ത് തന്നെയായാലും കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിയും രാഷ്ട്രീയക്കാരായിരിക്കും. നന്മയുള്ളവരും സ്നേഹമുള്ളവരും ദാർശനികതയുള്ളവരും ബുദ്ധിയുള്ളവരും എല്ലാം രാഷ്ട്രീയം ഉപേക്ഷിക്കുകയും സങ്കുചിത മനസ്കരും അത്യാർത്ഥിക്കാരും അന്ധവിശ്വാസികളും മൊത്തം രാഷ്ട്രീയത്തിൽ കൈകാര്യം ചെയ്യുകയും ചെയ്താൽ ഭാരതത്തിൻ്റെ ഭാവി എവിടെയെത്തും? അതുകൊണ്ട് നമ്മുടെ പുതിയ തലമുറയെ അക്ഷരങ്ങളിലൂടെ രാഷ്ട്രീയ ബോധത്തിലേക്ക്, യഥാർത്ഥ രാഷ്ട്രീയ ബോധത്തിലേക്ക്. രാഷ്ട്രീയത്തിനകത്തും അരാഷ്ട്രീയത വളരുകയാണിപ്പോൾ. അതുകൊണ്ട് ഒറിജിനൽ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക്, രാഷ്ട്രീയ ബോധത്തിലേക്ക്, യഥാർത്ഥ മതവിശ്വാസത്തിൻ്റെ മൂല്യങ്ങളിലേക്ക് അവരുടെ പക്ഷം ചേർന്ന് മുന്നോട്ട് പോകാൻ ഒരു സമൂഹത്തെ ജനകീയ വിദ്യാഭ്യാസം ചെയ്യേണ്ട മഹാദൗത്യമാണ് നമ്മുടെ ഗ്രന്ഥാലയങ്ങൾ ഏറ്റെടുക്കേണ്ടത്. നമ്മുടെ നാട് വല്ലാത്ത വിധത്തിൽ സങ്കുചിത മതബോധത്തിലേക്ക് പോവുകയാണ്. വിശാല മതത്തിൻ്റെ പക്ഷത്തു നിന്ന് സങ്കുചിത മതബോധത്തെ നമ്മൾ നേരിടാനില്ല. അത് വേറെ മാർഗമില്ല.